കോവിഡ് ലോക്ക്ഡൗണിൻ്റെ പിടിയിൽ നിന്ന് ഒന്ന് അയഞ്ഞ നാളുകളിലൊന്നിൽ ആ, ഒരച്ഛൻ 12ാം ക്ലാസ്സുകാരനായ തൻ്റെ മകനെയും കൊണ്ട് എന്നെ കാണാൻ വന്നിരുന്നു. മകൻ്റെ തുടർ വിദ്യാഭ്യാസവും കരിയർ പ്ലാനിങ്ങും ഒക്കെയാണ് ലക്ഷ്യം. ഒരു കരിയർ കൗൺസിലിങ്ങിന് വന്നതാണ്. ഒരു ഉന്നതമായ ഒരു IT കമ്പനിയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അച്ഛൻ. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സുദീർഘമായ ഒരു ഡിസ്കഷന് ശേഷം നമുക്കെല്ലാവർക്കും സന്തോഷമാകുന്ന രീതിയിൽ ആ കുട്ടീനെ എന്താണ് പഠിക്കേണ്ടതെന്നൊക്കെ നമ്മൾ അയാളുടെ അഭിരുചിയും വ്യക്തിത്വവും ഒക്കെ നോക്കി കൃത്യമായി വിലയിരുത്തി വളരെ സന്തോഷകരമായി പിരിയുന്നതിന് മുമ്പ് അച്ഛൻ എന്നോടൊരു കാര്യം കൂടി ചോദിച്ചു. സാർ, ഇവൻ്റെ അനിയന്ത്രിതമായ മൊബൈൽ അഡിക്ഷൻ മാറ്റാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കാലത്ത് നിങ്ങളെന്നല്ല, ലോകത്തുള്ള എല്ലാ പാരൻസും അനുഭവിക്കുന്ന ഒരു വിഷയമാണിത്. ഒരു പുതിയ ഒരു ആഗോള പ്രതിഭാസമാണ് ഈ മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും കോവിഡ് സമയത്ത് ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടത്തിൽ കുട്ടികളുടെ എല്ലാം കയ്യിൽ മൊബൈൽ ഫോൺ കിട്ടി. അതിനുശേഷം പിന്നെ നിരന്തരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട് മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷൻ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒറ്റമൂലി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇന്ന ചികിത്സയാണ് മൊബൈൽ അഡിക്ഷന് ഫലപ്രദമെന്നുള്ള ഒരു രീതിയിൽ ഒരു സിസ്റ്റവും ഒരു സ്ട്രാറ്റജിയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. പൊതുവേ ഞാൻ നോക്കിയപ്പോൾ ആ ഫാമിലിക്കകത്ത് അത്യാവശ്യം ഡിസിപ്ലിനും സ്നേഹവും ഒക്കെ ഉള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫാമിലിക്കകത്തൊരു പക്ഷേ ഇത് ഏറ്റേക്കുമെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യും, ഒരു 10 മണിയാകുമ്പം മോൻ്റെ കയ്യിൽ നിന്ന് ഫോണങ്ങ് വാങ്ങിച്ചേക്കും. ഒരു കാരണവശാലും 10 മണിക്ക് ശേഷം ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കാനേ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ദൃഢനിശ്ചയം ഞാൻ കണ്ടു. ഞാൻ നോക്കാം സാർ. മോൻ്റെ മുഖത്ത് ചെറിയൊരു പരിഭ്രമവും കണ്ടു. അപ്പോൾ ഞാൻ പൊതുവേ കുട്ടികളോട് വളരെയധികം സ്നേഹവും അനുകമ്പയും ഒക്കെ ഉള്ള ഒരാളാണ്. എൻ്റെ ഒരു നാച്ചുറൽ അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നീ വിഷമിക്കൊന്നും വേണ്ട, ഇത് മോൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് അല്ലേ, അച്ഛൻ ഫോൺ വാങ്ങട്ടെ. ഇനി മോന് വളരെ വിഷമം വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ മോൻ എനിക്ക് മെസ്സേജ് അയക്കൂ. ഐ വിൽ സ്പീക്ക് ടു യുവർ ഡാഡ് ആൻഡ് വി വിൽ കം ടു യുവർ കൺക്ലൂഷൻ. നമുക്ക് രണ്ടുപേർക്കും സന്തോഷകരമായ മറ്റൊരു തീരുമാനം എടുക്കാം. മോനത് ശ്രമിച്ചു നോക്ക്. ഫോൺ കഴിവതും ഒരു 10 മണിക്ക് കൊടുത്തു നോക്ക്. അപ്പോൾ ഈ ഒരു അപ്രോച്ച് ഒക്കെ ആയപ്പോൾ അവനും ഒന്ന് സമ്മതിച്ചു. അങ്ങനെ അച്ഛനും മകനും കൂടി സന്തോഷത്തോടു കൂടി മടങ്ങി. അത് കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാനൊരു എൻജിനീയറിംഗ് കോളേജിൻ്റെ ഒരു ഫംഗ്ഷനിൽ സംസാരിക്കാൻ പോകുന്ന സമയത്ത് ഒരു നല്ല ആരോഗ്യമൊക്കെ ഉള്ളൊരു പയ്യൻ എൻ്റെ അടുത്തോട്ട് ഓടി വന്നിട്ട് ഇങ്ങനെ നിന്ന് എന്നെ നോക്കി പറഞ്ഞു, സാർ എനിക്കൊരു മുട്ടൻ പണി തന്നിട്ടുണ്ട്, എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, 8ൻ്റെ പണിയായോ, പയ്യൻ തല്ലാമെന്നതെങ്ങാനും ആണോ എന്ന് വെച്ചിട്ട് അവനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ അവൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ് എൻ്റെ ഓർമ്മയെ പുതുക്കാൻ സഹായിച്ചു. എനിക്ക് ആശ്വാസമായി. ഞാൻ ചോദിച്ചു, മോനിപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ പഠിക്കുകയാണ് സാർ. ഞാൻ പറയാം, എങ്ങനെ പോകുന്നടാ? അന്ന് സാറ് തന്ന പണി വല്ലാത്തൊരു പണിയായിപ്പോയി. അതിനുശേഷം അച്ഛൻ എല്ലാ ദിവസവും എൻ്റെ കയ്യിൽ നിന്ന് 10 മണിക്ക് ഫോൺ പിടിച്ച് വാങ്ങിക്കും. വീക്കെൻഡ് പോലും തരത്തില്ല സാറേ. വീക്കെൻഡ് പോലും നമ്മൾ കെഞ്ചിയ പോലും തരത്തില്ല. അത്രയ്ക്കും അതെന്താണെന്ന് അറിയത്തില്ല. ഞാൻ പറയും, എന്നിട്ടിപ്പോൾ എന്ത് സംഭവിച്ചു? നീ നല്ല സ്മാർട്ടായിരിക്കുന്നല്ലോ, വളരെ സുന്ദരനായിരിക്കുന്നു, ഇപ്പോൾ എങ്ങനെയുണ്ട് ജീവിതം? അത് പിന്നെ 10 മണിക്ക് ഞാൻ ഉറങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് പോകും. പിന്നെ എന്ത് ചെയ്യും? അടുത്തുള്ള ജിമ്മിൽ പോയി രാവിലെ ഒരു 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യും. അതാണ് ഇങ്ങനെ ബോഡിയൊക്കെ ഇങ്ങനെ ആയത്. ഒരു നിഷ്കളങ്കമായ ചിരി അവൻ്റെ മുഖത്ത് കാണാൻ പറ്റി. ഇപ്പം ചില കുട്ടികൾ അങ്ങനെയാണ്, പരിഭവങ്ങളൊക്കെ പുറമേ കാണിച്ചാലും ഡിസിപ്ലിൻ അകമേ അവർ സന്തോഷിക്കുന്നുണ്ട്. അച്ഛൻ്റെ ആ ഡിസിപ്ലിൻ കൊണ്ട് അവൻ വളരെയധികം ആരോഗ്യമുള്ള സുന്ദരനായ നല്ല ഉറക്കമൊക്കെ ഉറങ്ങി വളരെയധികം ഊർജ്ജസ്വലനായ ഒരു കുട്ടിയായി മാറി. അതാണ് ഈ മൊബൈൽ അഡിക്ഷൻ മാറുമ്പോൾ ഒരു ഗുണം. പക്ഷേ അതൊരു ഹാപ്പി എൻഡിങ് കഥയായിരുന്നു എങ്കിൽ എല്ലാ കുട്ടികളുടെ അവസ്ഥയും അങ്ങനെയൊന്നും അല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടികളുണ്ടാവുക എന്ന് പറയുന്നൊരു ഭാഗ്യമാണ്. അപ്പം നമ്മുടെ മക്കൾ നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പാരൻറ്റിങ്ങിൻ്റെ ഗുണം കൊണ്ടൊന്നും അല്ല 100%. അത് ഭാഗ്യം കൂടെ ഉള്ളത് കൊണ്ടാണ്. നേരെ മറിച്ച് മൊബൈൽ ഫോൺ കൊടുക്കാത്തത് കൊണ്ട് അമ്മയോട് പിണങ്ങി ആത്മഹത്യ ചെയ്ത കുട്ടികളും നമ്മുടെ നാട്ടിലുണ്ട്. ആ സമയത്ത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്ട്രാറ്റജി എല്ലാവർക്കും വർക്കൗട്ട് ആവണമെന്നില്ല. നമ്മളൊരു കുട്ടിയെ വളർത്തുമ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിൻ്റെ ഒരു ഫീലെന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടി വളരേണ്ടത് ആരോഗ്യത്തോടു കൂടിയാണ്, സന്തോഷത്തോടു കൂടിയാണ്, സഹജീവി സ്നേഹത്തോടു കൂടിയാണ്. നല്ല ആരോഗ്യമുള്ള കുട്ടികൾ, നല്ല സന്തോഷമുള്ള കുട്ടികൾ, നന്നായിട്ട് പെരുമാറാൻ അറിയുന്ന കുട്ടികൾ, ഇതാണ് നമുക്ക് ആദ്യം ഡെവലപ്പ് ചെയ്യേണ്ട കാര്യം. പക്ഷേ നേരെ മറിച്ച് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായവും മാതാപിതാക്കളും സ്കൂളുകളും അധ്യാപകരുമെല്ലാം മാർക്ക് എന്നുള്ളൊരൊറ്റ കാര്യത്തിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. അപ്പോൾ
സ്വാഭാവികമായിട്ടും നമുക്ക് ആർക്കാണ് എങ്ങനെ പഠിക്കാൻ ആഗ്രഹമുള്ളത്? ഇപ്പം ഞാൻ പഠിക്കരുതെന്നല്ല, മാർക്ക് വാങ്ങരുതെന്നല്ല പറയുന്നത്. പക്ഷേ അതിനല്ല ആദ്യ പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്തായാലും നമ്മൾ ആദ്യ പ്രാധാന്യം കൊടുക്കേണ്ടത് ആരോഗ്യത്തോടു കൂടി, ശാരീരിക ആരോഗ്യത്തോടു കൂടി, മാനസികാരോഗ്യത്തോടു കൂടി, സന്തോഷത്തോടു കൂടി ഒരു കുട്ടി വളരാനാണ് നമ്മൾ ആദ്യത്തെ പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് മതി അക്കാഡമിക് നിലവാരമൊക്കെ ഉയർത്തുക. അക്കാഡമിക് നിലവാരം പ്രധാനമാണ് എന്നാൽ അത് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടതാണ്. പക്ഷേ തീർച്ചയായിട്ടും ഡിസിപ്ലിനും സന്തോഷവും ഒക്കെ ഉള്ള ഒരു കുട്ടിയുടെ അക്കാദമിക് നിലവാരവും വളരെ നന്നായിരിക്കുമെന്നാണ് നമ്മുടെ ഒരു കണക്ക് കൂട്ടൽ. പൊതുവേ നമ്മുടെ നാട്ടിൻ്റെ ഒരു കൾച്ചർ മാറിയാൽ തന്നെ ഇത്തരം വിഷയങ്ങൾക്കൊരു വലിയ മാറ്റം ഉണ്ടാകും. റോം ഈസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത് പോലെ ഒരു ദിവസം എല്ലാ ഡിസിപ്ലിനും കൂടി കുട്ടികളുടെ പുറത്തോട്ട് അങ്ങോട്ട് അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അതങ്ങോട്ട് അനുസരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കേസിനകത്ത് എനിക്ക് തോന്നി ആ കുടുംബത്തിൽ അത്യാവശ്യം ഡിസിപ്ലിനും സ്നേഹവും ഉണ്ട്. ഇപ്പോൾ അച്ഛനന്മാരും തമ്മിലൊരു ബന്ധം അങ്ങനെയാണ്. അങ്ങനെയുള്ളിടത്ത് അത് വർക്കൗട്ടാവും. അല്ലാതെ ആദ്യമേ തന്നെ ഒരു വില്ലനെ പോലെയുള്ള അച്ഛനും ഇല്ല എപ്പോഴും ശിക്ഷിക്കുന്ന മാത്രം കുറ്റം പറയുന്നൊരു പാരൻറ്റുമൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ പറഞ്ഞത് കേൾക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എന്നെ വല്ലാതെ പരിഭ്രമിപ്പിച്ചൊരു വാർത്തയാണ് ഒരു 3-4 വർഷം മുമ്പ് കൊച്ചിയിലെ തുറമുഖത്ത് കൊച്ചിയിലെ നേവിയിലെ ഉദ്യോഗസ്ഥന്മാരും മയക്കുമരുന്ന് പിടിച്ചു എന്നൊക്കെ പറയുന്ന, വേട്ട നടത്തി എന്നൊക്കെ പറഞ്ഞ വാർത്ത. ഈ മയക്കുമരുന്നെല്ലാം നമ്മുടെ സമൂഹത്തിലോട്ട് പോവാണ്. നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളും തീർച്ചയായിട്ടും ഇന്ന് ഒരുപാട് മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിലാണ്. ഇതൊരു വലിയ സത്യമായ കാര്യമാണ്. ആർക്കും തിരിച്ചറിയാനാവാത്ത, തീരെ മണമില്ലാത്ത സിന്തറ്റിക് മയക്കുമരുന്നുകൾ ഒരുപാട് നമ്മുടെ പ്രദേശത്തെങ്ങും വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും പാരൻസ് വളരെയധികം അലർട്ടാവേണ്ടതുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെയധികം ആരോഗ്യകരമായ കുടുംബ ബന്ധങ്ങളുള്ള വീട്ടിലെ കുട്ടികൾ, വീട് ഒരു സ്വർഗമായിട്ടുള്ള കുട്ടികൾ പലപ്പോഴും ഇത്തരം അടിമത്തത്തിനൊന്നും പോകത്തില്ല. അവരിങ്ങനത്തെ മയക്കുമരുന്ന് ബന്ധങ്ങളിലോ അത്തരം ഫ്രണ്ട്ഷിപ്പിനോ ഒന്നും പോകാൻ നിൽക്കത്തില്ല. കാര്യം അവർക്ക് അവരുടെ വീട്ടിനകത്ത് തന്നെ അവരുടെ പാരൻസിനോടൊരു സ്നേഹമുണ്ട്, ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ആദ്യമേ അവരെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള കുടുംബത്തിലെ കുട്ടികൾ അധികവും ഇതിനൊന്നും പോകാറില്ല. പലപ്പോഴും അനാവശ്യമായിട്ടുള്ള ഡിസിപ്ലിൻ അടിച്ചേൽപ്പിക്കുന്ന, മതചിന്തകൾ അടിച്ചേൽപ്പിക്കുന്ന, മതപരമായിട്ടുള്ള ഡിസിപ്ലിൻസ് അടിച്ചേൽപ്പിക്കുന്ന, അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന കുട്ടികളൊക്കെ ആയിരിക്കും ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ വശംവദരാവുക. കാര്യം അവർക്ക് അവരുടെ ജീവിതം തന്നെ അവരെ തീരെ അംഗീകരിക്കുന്നില്ല. അവരെ മാർക്കില്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല, ഒരു വ്യക്തി എന്ന നിലയിൽ അവരെ അംഗീകരിക്കുന്നില്ല. എപ്പോഴും പരാതിയും പരിഭവവും പറയുന്ന, താനൊന്നുമല്ല എന്ന് ഒരു തോന്നലുണ്ടാക്കുന്ന കുട്ടികളൊക്കെയാണ് ഇത്തരം കാര്യങ്ങളിൽ വേഗം തന്നെ വശംവദരാകാനും അടിമപ്പെടാനുമുള്ള ഒരു വലിയൊരു കാരണം അത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം മക്കൾക്ക് നമ്മുടെ വീട് തന്നെയാണ് സ്വർഗമെന്ന് തോന്നുകയാണെങ്കിൽ, മാതാപിതാക്കളോടൊരു കമ്മിറ്റ്മെൻറ്റ് തോന്നുകയാണെങ്കിൽ, അവർ തമ്മിലുള്ള ബന്ധം അത്രത്തോളം ഊഷ്മളമാണെങ്കിൽ, അവരുടെ കുഞ്ഞു കുഞ്ഞു വികൃതികളൊക്കെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന, ആഘോഷിക്കപ്പെടുന്ന ഒരു കുടുംബാന്തരീക്ഷമാണ് അവർക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി ഇത്തരം ഒരു അടിമത്തത്തിലേക്ക് പോകാൻ, ഇത്തരം മയക്കുമരുന്ന് മാഫിയയുടെയൊക്കെ പിടിയിൽ വശംവദരാകാനുള്ള സാധ്യത തീർച്ചയായിട്ടും കുറവാണ്. അപ്പോൾ നമ്മൾ പണ്ട് ഖലീൽ ജിബ്രാൻ പറഞ്ഞതുപോലെ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ കുറച്ചുകൂടി ശാസ്ത്രീയമായി ചിന്തിക്കേണ്ടതുണ്ട്. ഖലീൽ ജിബ്രാൻ ദ പ്രോഫറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളല്ല, ദേ കെയിം ത്രൂ യു നോട്ട് ഫ്രം യു, അവർ നിങ്ങളിലൂടെയാണ് വന്നത്, നിങ്ങളിൽ നിന്നല്ല വന്നത്. യു ഹാവ് ടു ഗിവ് യു എ സിൻസിയർ ലവ് ടു യുവർ കിഡ്സ് നോട്ട് യുവർ തോട്ട്സ്. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹം നൽകൂ, നിങ്ങളുടെ ചിന്തകൾ നൽകാതിരിക്കൂ. ബിക്കോസ് ദേ ഹാവ് ദെയർ ഓൺ തോട്ട്സ്, അവർക്ക് അവരുടേതായ ചിന്തകൾ ഉണ്ട്. ദേ ഹാവ് ടു ലിവ് ടുമോറോ, ദേ ഡോണ്ട് വോണ്ട് യു ടുഡേയ്സ് തോട്ട്സ്. അവർ നാളെ ജീവിക്കേണ്ടവരാണ്, അവർക്ക് നിങ്ങളുടെ ഇന്നിൻ്റെ ചിന്തകൾ ആവശ്യം ഇല്ല. നിങ്ങൾ അവരാകാൻ ശ്രമിക്കൂ, അവരെ നിങ്ങളാക്കാൻ ശ്രമിക്കാതിരിക്കൂ. വളരെ അർത്ഥവത്തായ വരികളാണ്. അപ്പോൾ കുട്ടികളെ വളർത്തുമ്പോൾ മാർക്കും കോമ്പറ്റീഷനും മാത്രമല്ല അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കേണ്ടത്. ആദ്യം ആരോഗ്യകരമായ ഒരു മനസ്സ്, ശരീരം ഉണ്ടാക്കിയെടുക്കുക, വളരെ സ്നേഹനിർഭരമായി പെരുമാറാൻ പഠിപ്പിക്കുക, സഹജീവി സ്നേഹം പഠിപ്പിക്കുക. പിന്നെ അത് കഴിഞ്ഞ് മതി അക്കാഡമിക്സിന്. എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിലിപ്പം എല്ലാ വിദ്യാലയങ്ങളും വിദ്യാഭ്യാസ സമ്പ്രദായവും എല്ലാം മാർക്ക് എന്നൊരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാകുമ്പോഴാണ് ഒരു പേഴ്സണാലിറ്റി കുട്ടികൾക്ക് ഇല്ലാതാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യത്തിനും മാനസികമായും ശാരീരികവുമായ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാരൻറ്റിങ് കുട്ടികളെ
ഒരുപാട് അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കാൻ സഹായിക്കും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. പ്രവീൺ കമലമ്മ സൈനിങ് ഓഫ് നൗ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ വിത്ത് അനദർ വീഡിയോ.